നമസ്കാരം, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു കൊട്ടാരക്കര. ഞാൻ ആനന്ദ് ഇടയം. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ ഒക്കെ റിസൾട്ട് വന്നല്ലേ? നമ്മൾ 2022 എഴുതിയ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെയൊക്കെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വന്നത് സാർ? ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഉണ്ട്, അതുപോലെ അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് ഉണ്ട് അല്ലെ? ഇതിന്റെ മൂന്നിന്റെ റിസൾട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വന്നു കഴിഞ്ഞു. കട്ട് ഓഫ് മാർക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതിനകത്ത് ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന്റെ കട്ട് ഓഫ് ആണ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത്. 66 പോയിന്റ് ആണ് നമുക്ക് വരുന്നത്. 67 അടുപ്പിച്ച് നമുക്ക് പറയാവുന്നതാണ്. അതിനകത്ത് 888 ആൾക്കാര് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതെ, ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബിവറേജ് അസിസ്റ്റന്റ് ആണ്. ബിവറേജ് അസിസ്റ്റന്റ് കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 44.44 ആണ് വരുന്നത്. അതിനകത്ത് ഏകദേശം ലിസ്റ്റിനകത്ത് പ്രിലിംസിന്റെ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് 25,114 പേര് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പനി ബോർഡിന്റെ ആണ് അല്ലെ? കമ്പനി ബോർഡിന്റെ ആണെന്ന് കട്ട് ഓഫ് മാർക്ക് 37.64 അതിനകത്ത് ഏകദേശം 48,341 ആൾക്കാരും ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ഓരോന്നിന്റെയും ലിസ്റ്റിൽ വന്നിരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്രയധികം ഒഴിവുകൾക്ക് അനുസരിച്ചിട്ടായിരിക്കും മെയിൻ ലിസ്റ്റിലേക്ക് ആളെ അവർ സെലക്ട് ചെയ്യുക. അപ്പൊ എനിക്ക് തോന്നുന്നു ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിനായിരിക്കും കമ്പാരിറ്റീവ്ലി ഇതിൽ മൂന്നിൽ അപേക്ഷിച്ച് ഒഴിവുകൾ കുറവ് വരുന്ന ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസറിന് തന്നെയാണ് സാധ്യതയുള്ളത്. മാത്രമല്ല നമ്മൾ മൂന്ന് ഇതുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് 74,000-ലധികം ആൾക്കാർ വരുന്ന ഒരു മൂന്ന് ലിസ്റ്റും കൂടെ നോക്കുകയാണെങ്കിൽ 74,000-ലധികം വരുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റാണ് നമുക്കുള്ളത്, പ്രധാനമായിട്ടുള്ളതാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ ICDS പോലുള്ള അതിന്റെയൊക്കെ ലിസ്റ്റുകൾ നമുക്കുണ്ട്. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കുള്ള കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് അല്ലെ? മാത്രമല്ല നമ്മുടെ PSCയുടെ ഒരു നോക്കുകയാണെങ്കിൽ അല്ലേ സാർ, ഇപ്രാവശ്യത്തെ PSC എന്ന് വെച്ചാൽ വളരെ വേഗതയിലാണ് എല്ലാ കാര്യങ്ങളും, വളരെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. കാര്യം റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് ഓൾറെഡി ആ രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ആണ്, ഒരു ഭയങ്കര നല്ലൊരു മൂവ്മെന്റ് ആണ്, നല്ല പ്ലാനിങ്ങിലാണ് PSC പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇനി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 60 ദിവസമൊക്കെ നമുക്ക് ഉള്ളൂ അല്ലെ? നമുക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 17-ാം തീയതി പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? സിലബസ് നമുക്ക് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ട് നമുക്കുണ്ട് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് പഠിക്കുക. ഇനി സമയം കളയാൻ നമുക്കില്ല അല്ലെ? അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് മെയിൻസിന് തയ്യാറെടുക്കണം എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മള് ഒരു മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ്. അതെ, എന്താണ് ഓരോ ഇപ്പം ഏത് ലിസ്റ്റിലാണോ നിങ്ങൾ വിട്ടിട്ടില്ല, ചിലപ്പോൾ മൂന്നിലും ഉൾപ്പെട്ടുള്ളവരുണ്ടാവും. പക്ഷെ നിങ്ങൾ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ്. ഇനി ഈ സിലബസിനെ എങ്ങനെ പഠിക്കണം? അടുത്ത കാര്യം, എങ്ങനെയാണ് സിലബസിനെ പഠിക്കുന്നത്? ഒരു പ്രിലിംസ് രീതിയിൽ പഠിച്ചാൽ മതിയോ എന്നൊക്കെ ഉള്ളതായിരിക്കും എല്ലാവരുടെയും ഒരു അല്ലെ? സിലബസ് മനസ്സിലാക്കാൻ തന്നെ നമ്മൾ പരീക്ഷയുടെ ഒരു 5% നമ്മൾ എന്ത് ചെയ്തു, പഠിക്കാൻ 5% നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ PSC മാത്രമല്ല, സിവിൽ സർവീസ് ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, ബാങ്ക് പരീക്ഷ ആയിക്കോട്ടെ, എല്ലാത്തിനും സിലബസ് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ തന്നെ നമ്മൾ 5% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമുക്ക് പഠിക്കേണ്ട കാര്യത്തെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കലാണ് സിലബസ് പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ധാരണ ഇന്നതൊക്കെയാണ് ഞാൻ പഠിക്കേണ്ടത്, അതിന്റെ മാർക്കുകൾ ഇന്നതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴത്താണ് നമുക്കൊരു ധാരണ. 5% പ്രശ്നം, നമ്മുടെ 5% പ്രശ്നം അവിടെ മാറിക്കഴിഞ്ഞു. ഇനി 95% വേണ്ടി നമ്മൾ പോരാടുകയാണ്. ഇനി നമ്മൾ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രിലിംസും മെയിൻസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഓൾമോസ്റ്റ് നമുക്ക് എന്ന് പറയാം. ഓൾമോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു നമുക്ക് 90% അതെ അല്ലേ സിമിലർ തന്നെയാണ് സിലബസ് വരുന്നത് രണ്ടിന്റെ, പ്രിലിംസിന്റെ മെയിൻസിന്റെ. അപ്പൊ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലെ? നമ്മുടെ സിവിൽ സർവീസിനൊക്കെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പ്രിലിംസിന് വേണ്ടിയിട്ട് പഠിക്കരുത്, മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധികം താമസിക്കാതെ തന്നെ നമുക്ക് മെയിൻസ് പരീക്ഷ നടക്കും. ഇവിടെയും അതേപോലെ തന്നെ നമ്മുടെ പ്രിലിംസിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇനി 60 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. മാക്സിമം ഒരു ദിവസം പിടിച്ചാൽ മതി, അത്രയോളം നമ്മുടെ മുന്നിലുള്ളത് അല്ലെ? ആ ദിവസത്തിൽ കൃത്യമായി ഈ ഒരു സിലബസ് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയിൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത് എന്നൊരു ഓർമ്മ നമുക്ക് വേണം. കാര്യം എന്താ, കാര്യങ്ങൾ കുറച്ചുകൂടി ഡെപ്തിൽ മനസ്സിലാക്കി പഠിക്കുക എന്നതാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കോച്ചിങ്ങിനൊക്കെ നമ്മൾ പ്രധാനമായും ചെയ്യുന്ന കാര്യമുണ്ട്. നമ്മൾ പ്രിലിംസ് ബാച്ചിൽ ചേരുന്ന കുട്ടികളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മെയിൻസിന് വേണ്ടി പഠിക്കണം അല്ലെ? നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. മെയിൻസിനോടുള്ളത് കൂടെ നമ്മൾ ഓൾറെഡി പ്രിലിംസിന്റെ ക്ലാസ്സിലേക്ക് കൊടുക്കും, കുറച്ചുകൂടെ കണ്ടന്റ് ഒക്കെ കൊടുത്തവരെ ആ ഒരു രീതിയിലേക്ക് തയ്യാറെടുക്കും. അപ്പോൾ എന്താണ് ആ കണ്ടന്റ്, അതാണ് അടുത്തത്. മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ നമ്മുടെ പല ക്ലാസ്സുകളും നമ്മൾ പോകുന്നത് സാറ് പറഞ്ഞതിന്റെ തൊട്ട് മെയിൻസ് ഓറിയന്റഡ് ആയിട്ടാണ് അല്ലെ? അപ്പൊ അത് കുട്ടികൾക്ക് അവർ ലിസ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസിലേക്ക്
എക്സാമിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് അത് എന്താണ് റിവിഷൻ ആയിട്ട് തന്നെ എടുത്താൽ അല്ലേ. ഇനി ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ഒരു 90% പ്രിലിംസും മെയിൻസും സിലബസ് സെയിം ആണ്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് അവിടെ എന്താണ് വരുന്നത്, ഇമ്പോർട്ടന്റ് ആക്ട് അല്ലെ, ഇമ്പോർട്ടന്റ് ആക്ടുകളാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത്. അത് ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്താൽ നിങ്ങളൊന്ന് പ്രിപ്പറേഷൻസ് നോക്കിയാൽ കേട്ടോ. ഇനിയിപ്പോ നമ്മുടെ ഇവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആക്ടുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. നമ്മളെ ആപ്പിൽ അതിന്റെ റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്തായിരിക്കും അവൈലബിൾ ആകുന്നത്. എനിക്കൊന്നു അതിന്റെ ആക്ടിവിറ്റി പ്ലാൻ അടക്കമാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം മാർക്ക് വരുന്ന ഒരു പോർഷൻ ആയതുകൊണ്ട് അതിനുശേഷം ആ ഓരോ പോർഷന് ശേഷം അതിന്റെ മാക്സിമം ആക്ടിവിറ്റികളിലൂടെ ആ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് മാക്സിമം തറോ ആക്കുക എന്നതാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ട്രെയിനിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്കിപ്പോ എക്സാമിന്റെ ഡേറ്റ് നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാവുന്നതാണ്. ജൂൺ 17 എക്സാം നടക്കാൻ പോകുന്നത്. ഇനി അധികം സമയം നമ്മുടെ കയ്യിലില്ല. ഒരു 60 ദിവസം പരമാവധി. എന്താണ് ഈ 60 ദിവസം ഒന്നും ഒരിക്കലും ചിന്തിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം 60 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് തന്നെ ഏപ്രിൽ 3 അപ്പോൾ ഏപ്രിൽ 3 കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏതാണ് മെയ് 3 ജൂൺ 3. ശരിക്കും 17 എന്ന് പറയുന്നവരെ നോക്കരുത്, പീക്ക് ടൈം വരെ പഠിക്കരുത്. നമ്മൾ ഈ 60 ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയമാണ്. ബാക്കി നിങ്ങൾ എന്തിനു വേണ്ടി മാറ്റി വെക്കുക, റിവിഷൻസിന് വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെയാണ് കേട്ടോ. ഈ റിവിഷൻസ് ആണ് എപ്പോഴും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. ഒരിക്കലും പഠിച്ചു നിങ്ങൾ തീർത്തു എന്നതുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് മുകളിൽ വരില്ല. മാക്സിമം റിവിഷൻസ് പിന്നെ എക്സാംസ് വർക്ക്ഔട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ മെയിൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ PSCയുടെ ഈ ഡിഗ്രി ലെവലിലുള്ള മെയിൻസ് പരീക്ഷകൾ ഒരു സെറ്റ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുക. അതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് ഏത് മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, ടഫ്നെസ് ലെവൽ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക. അതൊരു ജോഗ്രഫി അനലൈസ് ചെയ്യുക, എക്കണോമിക്സ് അനലൈസ് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ കേരള ഗവേണൻസ് സിസ്റ്റം അനലൈസ് ചെയ്യുക. ഓരോ സെഷൻസും അനലൈസ് ചെയ്യണം. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കും. ഇവിടെ നമ്മളും അതേപോലെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇനി ഈ വരുന്ന ഏപ്രിൽ 5 അതായത് ബുധനാഴ്ച 7 മണിക്ക് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ളതിനെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ എക്സാംസിന് ഓരോ എക്സാംസിന് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ പഠിക്കണം, എവിടുന്ന് പഠിക്കണം എന്നുള്ളതിനെ വെച്ചുകൊണ്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പങ്കെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ വെബിനാറിൽ പങ്കെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡിഗ്രി മെയിൻസിന് വേണ്ടിയിട്ടുള്ള 45 ദിവസത്തെ ബാച്ച് അല്ലേ സാറേ, 45 ബാച്ച് ഏപ്രിൽ 12 നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏപ്രിൽ 12 സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിനകത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സിലബസ് അല്ലെ, സിലബസിന് ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ചും ഇതിന് മുമ്പ് കഴിഞ്ഞ മെയിൻസ് പരീക്ഷയുടെ ആ ഒരു ചോദ്യ പാറ്റേൺ അനുസരിച്ച് നമ്മൾ എവിടുന്നൊക്കെയാണ് ചോദ്യം വന്നത്, എങ്ങനെയൊക്കെ ചോദ്യം വന്നു എന്നുള്ളതിന്റെ ആ ഒരു വെയിറ്റേജ് ഒക്കെ അനലൈസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഷെഡ്യൂളും കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ സമയം നിങ്ങൾ പഠിക്കണമെന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അല്ലേ സാറേ. ഓക്കെ, അപ്പോൾ പഠിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അതുപോലെ മെയിൻസിന് പഠിക്കുക എന്നുള്ളത് കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കണം. കാര്യം ഡെപ്ത് ആണ്, നന്നായി പഠിക്കുക. അപ്പോൾ SCRT പുസ്തകങ്ങൾ അല്ലെങ്കിൽ NCRT പുസ്തകങ്ങൾ ഇത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാൻ. അല്ല നമ്മളൊരു രാവിലെ എഴുന്നേറ്റ് അയ്യോ എനിക്കിത് കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പഠിക്കാം എന്ന് പറഞ്ഞൊരു മൂഡിലല്ല പോകേണ്ടത്. നമ്മൾ എന്താണ് ഇത് എങ്ങനെ പഠിക്കണം എന്നൊരു ഒരു ധാരണ നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വെബിനാറിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായും നമ്മുടെ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്ന മാറ്ററുകളും അത്തരം കാര്യങ്ങളാണ്. എങ്ങനെ തയ്യാറെടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ള കാര്യങ്ങളടക്കം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വെബിനാറിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മെയിൻസ് പരീക്ഷ ജൂൺ 17 തന്നെയാണ് നടക്കുന്നത്. ഓൾറെഡി PSC പറഞ്ഞതാണ്. അതുകൊണ്ട് സമയമില്ല, ഇനി 60 ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റില്ല. കാര്യം PSC പറഞ്ഞതാണ് നിങ്ങൾക്ക് ജൂൺ 17 മെയിൻസ് പരീക്ഷ. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തുന്നത് ഇപ്പൊ ലിസ്റ്റിലുള്ള ആൾക്കാർ കഴിഞ്ഞ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ ചോദ്യങ്ങളൊന്ന് എടുക്കുക. ഓക്കെ, ചോദ്യങ്ങളൊന്ന് എടുത്തിട്ട് നിങ്ങളത് വർക്ക്ഔട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. എത്രത്തോളം ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് എന്ത് വേണം, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ കൊണ്ടുപോകണം.
കേട്ടോ. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ പ്രീവിയസ് ഇയർ ഡിഗ്രി മെയിൻസ് ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീക്ക്നെസ്സും സ്ട്രെങ്തും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് എടുക്കാവുന്നത് ആണ് കേട്ടോ. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ കൂടെ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷ എഴുതാൻ ഞങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാം. ഈ വരുന്ന ഏപ്രിൽ 5-ാം തീയതിയുള്ള വെബിനാർ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഏപ്രിൽ 12 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാച്ചിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിച്ച് നമുക്ക് എന്താണ് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.